ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലകകൾ ചെത്തിയെടുക്കുക. നീ ഉടച്ചു കളഞ്ഞ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുൻപിൽ നീ സന്നിഹിതനാകണം. ആരും നിന്നോടൊത്ത് കയറി വരരുത്. മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയും വരുത്. മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത്. ആദ്യത്തേതുപോലുള്ള 2 കൽപ്പലകൾ മോശ ചെത്തിയെടുത്തു. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകൾ കയ്യിലെടുത്തുകൊണ്ട് സീനായിലേക്ക് കയറിപ്പോയി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3ഉം 4ഉം തലമുറയോളം ശിക്ഷിക്കുന്നവൻ. മോശ ഉടനെ നിലം പറ്റ കുമ്പിട്ട് ആരാധിച്ചു. അവൻ പറഞ്ഞു, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ കർത്താവേ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവ് അരുളി ചെയ്തു, ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം. മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത്. എന്തെന്നാൽ അസഹിഷ്ണു എന്ന പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ. ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവിടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടവരികയും ചെയ്തേക്കാം. മോശ 40 പകലും 40 രാവും കർത്താവിനോട് കൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകയിൽ എഴുതി നൽകി. 2 സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്ന് സീനായി മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. ഈശോയിൽ പ്രിയരെ, ഇവിടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നത് മോശയോട് പറഞ്ഞതൊക്കെ നമ്മളോട് പറഞ്ഞതാണ്. നമുക്കറിയാം, ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ്, എന്നാൽ സ്നേഹിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും അത്യുദാരനാണ്. എല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകാം. എന്നാൽ നിങ്ങളോടുള്ള ആ സ്നേഹത്തെ പ്രതി ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഈ കരുതൽ അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടണം. നിങ്ങൾ അന്യദേവന്മാരെ ആരാധിക്കാനിടയാകരുത്. ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് അരുളി ചെയ്ത പൊന്നു തമ്പുരാൻ വീണ്ടും 2ാമത് ഈ കൽപ്പലകൾ വീണ്ടും ഉടമ്പടി കൊടുക്കുമ്പം അതൊന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. ഒരു കാരണവശാലും
മറ്റു ദേവന്മാരുടെ മുമ്പിൽ പോയി കുമ്പിടുകയോ അവരെ ആരാധിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ 3-4 തലമുറ വരെ നിങ്ങൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അസഹിഷ്ണുവായ ദൈവം അസഹിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് മറ്റ് ഒരു ദേവന്മാരും നിങ്ങൾക്കുണ്ടാവാതെ ഞാൻ മാത്രമാണ് നിങ്ങളുടെ ദൈവം. നിങ്ങളെ വഴി നടത്തിയത് ഞാനാണ്. ഈജിപ്തിൽ നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ്. മരുഭൂമിയിൽ നിങ്ങൾക്ക് ആഹാരവും വെള്ളവും തന്ന് വളർത്തിയത് ഞാനാണ്. ഈ 40 വർഷം നിങ്ങൾ കടന്നു പോയപ്പോൾ നിങ്ങളുടെ വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് തേഞ്ഞില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ മറന്ന് മറ്റൊരു ദേവനെ പോയി ദൈവമായിട്ട് വണങ്ങാൻ ഇടയാകരുത്. ഈ ഒരു മുന്നറിയിപ്പ് ഇന്ന് നമുക്ക് തരുമ്പം നമ്മളും കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു അവനിൽ മാത്രം ആശ്രയം വെച്ച് പോകാനുള്ള കൃപ നമുക്ക് കിട്ടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ